ഞാൻ ഷൂട്ട് ചെയ്യണ്ട്. അതെ അതെ. നല്ല മഴ പെയ്തു, പെട്ടെന്ന് തന്നെ വെയിലായി. അതെ. പിന്നെന്താണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഈ ചെടി കണ്ടാ? ഈ ചെടി എന്തോ ഒരു ചെറുതായിരുന്നു അല്ലേ? ആരാണാ വരുന്നത്? ഫുഡ് കഴിക്കുന്നില്ല നീ? ഫുഡ് കഴിക്കാണ്. ഫുഡ് കഴിക്കുന്നിടത്ത് നിൽക്കുന്നതാ. കഴിഞ്ഞാ? ഈ ചെടി ഭയങ്കര ചെറുതായിരുന്നു, പെട്ടെന്ന് ഇത് വലുതായില്ലേ. ഇപ്പൊ ഇത് വീടറ്റം. അതെ. എന്റെ മേലെ ഫോണിക്കല്ലാക്കരുത്. ഫോട്ടോ കപ്പിൾ പ്രിയ റസാഖ് ആലിൻ ഇലാര. ഡെക്കോറ വെഡിങ്സ്, കല്യാണങ്ങൾക്ക് ഡെക്കോറ വെഡിങ്സ്. പിന്നെ ഇതും ഇവിടുത്തെ ഒരു നല്ലൊരു ചെടിയാണ് ഗൈസ്, കണ്ട നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പക്ഷെ കാട് പോലെ വളർന്നു നിൽക്കും, അതാ പ്രശ്നം. ഞങ്ങളെ ഗാർഡനാണിത്, കാട് ഒഴിച്ചു നിൽക്കരുത്. ഈ ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ വെക്കുവോ? ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ? ഗാർഡൻ സെറ്റ് ചെയ്യണം. ഇവിടെ നിലത്ത് പരിപാടികളുണ്ട് ഗൈസ്. നമ്മുടെ ഗേറ്റ് തുറന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ റോഡ്. ഇതുണ്ട് അവിടെ വീടിന്റെ മുന്നിൽ കൂടെ തന്നെ വെള്ളം പോണ ഒരു ചെറിയ കുഞ്ഞിത്തോട്. നന്നായിട്ട് വെള്ളം പോകും. ഇപ്പൊ ചെറിയ മഴ പെയ്തതുകൊണ്ട് കുറച്ച് വെള്ളമേ പോകുന്നുള്ളൂ. എന്തോ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുഴിമന്തിയാണ്. ഇന്നലെ രാത്രി കുഴിമന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കുറേ അധികം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി കഴിച്ചു. ഇനിയിപ്പോൾ കുഞ്ഞുമാക്ക് ഫുഡ് ഉണ്ടാക്കുക കേട്ടോ, കുറുക്ക് ഉണ്ടാക്കുകയാണ്. ബേബി വിറ്റയും അത് ബനാന പൗഡർ ഉണ്ടല്ലോ അതും പിന്നെ നമ്മുടെ റാഗി പൗഡറും കൂടെ ചേർത്തിട്ടാണ് കുറുക്ക് ഉണ്ടാക്കുക കേട്ടോ. അത് നാക്കോടെ റാഗി പൗഡറാണ്. അത് നമ്മുടെ TT ഫാമിലിയിലെ ഷെമീത്ത് തന്നതാണ് കേട്ടോ. ഉച്ചയിലേക്ക് ഇന്നിവിടെ ചിക്കനാണ് സ്പെഷ്യൽ. അപ്പോൾ ചിക്കൻ വറക്കാനുള്ളത് ഇങ്ങനെ പുരട്ടി പൊടികളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കറിയിലേക്കുള്ള സവാളയും പച്ചമുളകും ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തേക്ക് സവാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ കുക്കറിലാണ് കേട്ടോ ചിക്കൻ കറി വയ്ക്കുന്നത്, അപ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം. പിന്നെ ഇത് കുറച്ച് ബാക്കി വന്ന ചിക്കൻ അത് നമുക്ക് നാളേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്രത്തിൽ അടച്ചു വെച്ചേക്കുകയാണ്. കുഞ്ഞുവാവ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, അടുക്കളയിൽ വന്നിരിക്കുന്നുണ്ട്. ചിക്കനൊക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ എന്താ സ്പെഷ്യല്? ചിക്കൻ. ചിക്കൻ ചിക്കൻ ഇവിടെ ചിക്കൻ ഉണ്ടാക്കിയാൽ രസമാട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും ഉണ്ടാക്കി ഇഷ്ടമല്ല, ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഒരു ചിക്കൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് നമുക്ക് ഒരു ഷൂട്ട് ഉണ്ട്. ഞങ്ങള് കുറച്ച് ബാഗിന്റെ നമ്മുടെ ഗീവ് അവേ നമ്മുടെ സ്നേഹിക്കുന്ന നമ്മുടെ ആളുകൾക്ക് ഒരു ഗീവ് അവേ കൊടുക്കണം. ഗീവ് അവേ, അപ്പൊ അതിന്റെ ഷൂട്ട് ഉണ്ട്. അത് അതെ, ഇൻസ്റ്റാഗ്രാമിലാണ് ഗീവ് അവേ. അപ്പൊ എല്ലാരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് കയറി നോക്കുക. ചിലര് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസ് ഇപ്പൊ കുറവാണോ ചോദിക്കുന്നുണ്ട്. കുറവൊന്നുമില്ല ഗൈസ്, അത്യാവശ്യം നല്ല രീതിക്ക് ഇടുന്നുണ്ട്. നിങ്ങൾ ഇനി കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പേര് സെർച്ച് ചെയ്ത് പോയി കാണണം. ഷൂട്ടിന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പണ്ട് നമ്മളെ യൂട്യൂബിന് നല്ല ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് യൂട്യൂബ് നമ്മൾ ഇടുന്ന വീഡിയോസിനൊക്കെ മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ യൂട്യൂബിന് ഇഷ്ടം പറഞ്ഞു ആ ഇഷ്ടം നമ്മുടെ ആളുകൾക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ ആളുകൾ നമ്മളെ സെലക്ട് ചെയ്ത് പോയി കാണും. യൂട്യൂബ് നമ്മൾ പരീക്ഷിക്കാവും. നമുക്ക് 2 ലക്ഷം ഫാമിലി മെമ്പേഴ്സിനൊക്കെ തന്നു. അപ്പൊ ഇനി ഞങ്ങൾ വീഡിയോ ചെയ്യോ അത് ഇല്ല ഗൈസ്, ഞങ്ങൾ ഇനി വീഡിയോ ചെയ്യും. ഞങ്ങൾ കൂടുതൽ വ്ളോഗിൽ ശ്രദ്ധിക്കാൻ വിചാരിക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങൾ ഫാമിലി വ്ളോഗ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഒരു ഷൂട്ട് കഴിഞ്ഞു, ബാഗിന്റെ ഷൂട്ട് കഴിഞ്ഞു. ഇപ്പൊ ഇത് ഇലക്ട്രിക് വാഡലിന്റെ ഒരു ഷൂട്ടാണ് കേട്ടോ. കുഞ്ഞാവാണ് സ്റ്റാറില്ല. അപ്പൊ
ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉപകാരമുള്ള സാധനമാണ്. എന്താ വെച്ചാൽ നമുക്കവിടെ പണികളൊക്കെ ചെയ്യാൻ കുട്ടികൾ കിടന്നോളൂ. തക്കടോ ഒരു ഹായ് പറഞ്ഞ തക്കടോ, ഹായ് പറഞ്ഞേ, ഹായ്. ഞങ്ങളുടെ തക്കടോ ആക്റ്റീവ് ആയി കിടക്കുമ്പോ ഞങ്ങൾ ചെയ്യുന്ന കണ്ടിട്ട് തക്കടോ ആക്റ്റീവ്. അപ്പൊ നല്ലൊരു ഉപകാരമുള്ള സാധനം ഉണ്ടത് ഈ തൊട്ടില്. എന്നുവെച്ചാൽ നമുക്ക് വീട്ടില് ഒറ്റക്കുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യിച്ചിട്ടാ ഇത് ഭയങ്കര ഉപകാരം. കാരണം എന്താ വെച്ചാല് പിന്നെ അത് ഇലക്ട്രിക് ആണ്. അപ്പോ കുട്ടികളെ കിടന്നു തുടങ്ങിക്കോളൂ. നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാം അല്ലെ. അടിപൊളിയാട്ടാ. അപ്പൊ ഞങ്ങളുടെ ആട്ടം കഴിഞ്ഞ് തക്കട് നീച്ചു. തക്കട് ഹായ് പറഞ്ഞേ. പപ്പ കുട്ടിയോടെ, പപ്പ കുട്ടിയോടെ, മമ്മി കുട്ടിയുടെ അമ്മയുടെ കുട്ടിയല്ല പപ്പയുടെ കുട്ടിയാണ്. മമ്മി വിളിച്ചാ, മമ്മി വിളിച്ചാ, മമ്മി വിളിച്ചാ, പപ്പ വെച്ചേ, പപ്പ വിളിക്കണ. വിളിക്കട്ടെ ഗൈസ്. മമ്മീന്ന് വിളിക്കാൻ പറഞ്ഞാ പപ്പാന്ന് വിളിക്കും. പപ്പ വിളിക്കും. പപ്പയുടെ കുട്ടിയാണ്, പപ്പയുടെ സുത്തുമണിയാണ്. മമ്മിയെ വിളിക്കേ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി വേറെന്താ കൂട്ടി? വേറെന്താ, എനിക്ക് എഡിറ്റ് ചെയ്യാണ്ട് ഉച്ചക്ക് വൈകുന്നേരം പോസ്റ്റ് ചെയ്യാണ്ട്. താടി മുടിയൊക്കെ തൊട്ട വയസ്സിലായി. ആരും ഒരാൾ നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിരുന്നു, എന്താണ് നരച്ചല്ലോ, ഒരു മുടി നരച്ചല്ലോ എന്ന്. ഒന്നും നല്ല അത്യാവശ്യം മുടികൾ ഞങ്ങൾക്ക് നരച്ചിട്ടുണ്ട്. മനുഷ്യന്മാരാണെങ്കിൽ നരയ്ക്കും അല്ലേ. പറയാനുള്ളൂ അല്ലേ. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർ നരയ്ക്കാനും മരിക്കാനും ഒന്നും പാടില്ലേ. അങ്ങനെ ആക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള് ഇന്നത്തെ. വേറെന്താ, വെയിലുണ്ടോ ഗൈസ്, മഴയാണോ? യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് പ്രാർത്ഥിക്കുക. നമ്മുടെ ധീര ജവാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആർമി അവരാണ് നമ്മള് സുഖമായിട്ട് ഇവിടെ ഉണ്ടുറങ്ങി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കാരണം. ധീര ജവാന്മാരവിടെ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മള് അവരെ ഓർക്കപ്പെടും. പറ്റുന്നവരൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട് സ്ഥലത്തും നിരപരാധികളായിട്ടുള്ള ആൾക്കാരും ഭരിക്കാതിരിക്കട്ടെ, അവരുടെ ജീവന് ഒന്നും പറ്റാതിരിക്കട്ടെ. ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ തല പൊട്ടിത്തെറിക്കട്ടെ. അവിടെ പോയിട്ട് വേണം മിസൈല് പൊട്ടിത്തെറിക്കാന്. അപ്പൊ എല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജവാന്മാരെ ഓർക്കുക. നമ്മുടെ മിലിറ്ററി ആർമി അവരെപ്പോഴും നമ്മൾ ഓർക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് പറയാം. അല്ലേ തക്കടോ? ബൈ ബൈ. പോട്ടെ പോട്ടെ. നട്ടുച്ചക്ക് അലക്കാൻ പോകണം. നട്ടുച്ചക്ക് അലക്കാൻ പോകുന്നു. അലക്കിട്ടിട്ടുണ്ടല്ലോ. കറണ്ട് ലാഭിക്കാൻ, അല്ല കറണ്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ അല്ലേ. ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങി. വൈകുന്നേരം എണീറ്റ് ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഒരു ആൽബം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പോകാനുണ്ട്. അപ്പം ഇതാണ് ആൽബം. അപ്പോൾ കാക്കു പോകുമ്പോൾ ഞങ്ങളും വെറുതെ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും പോകുന്നുണ്ടായിരുന്നു. ഒരു കലണ്ടർ, ഫോട്ടോ കലണ്ടർ അല്ലേ. ഫോട്ടോ കലണ്ടർ ടേബിളിലൊക്കെ വെക്കാം. പിന്നെ മിനി ആൽബം നമുക്ക് വിദേശത്തൊക്കെ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന മിനി ആൽബം. ഓക്കെ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട്. നമുക്ക് അമല ഹോസ്പിറ്റലിന്റെ ആ ഭാഗത്തേക്കാണ് കേട്ടോ പോകാനുള്ളത്. അപ്പൊ നമ്മള് തൃശ്ശൂർക്ക് നമ്മുടെ ക്ലയന്റിനെ കാണാൻ പോവുകയാണ്. അവരുടെ ആൽബം ഡെലിവറി ചെയ്യാൻ.
അപ്പൊ കേറി കുത്തിരിക്കുകയാണ്. കാക്കു പോവാന്ന് പറഞ്ഞപ്പോ ഞങ്ങള് കയറി വണ്ടി ഇരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കും ഇങ്ങനെ വണ്ടിയിൽ നൈറ്റോ മോർണിംഗോ എപ്പോഴാണെന്നുണ്ടെങ്കിലും. അതൊക്കെയാണ് നമ്മുടെ ചില ദിവസങ്ങൾ അല്ലേ? അതെ, ചില ദിവസങ്ങൾ ഇങ്ങനെ പുറത്തു പോകും, ഞാൻ പോവും, നിങ്ങള് വിളിക്കാതെ കയറി വരും. കാക്കു എന്തെങ്കിലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ ഞങ്ങള് വണ്ടി കയറി ഇരിക്കും. രസല്ലേ, അവിടെ വീട്ടിരിക്കണ്ടല്ലോ. ഞങ്ങൾക്ക് പഴയ ഡ്രസ്സാണ് കഴിച്ചിരിക്കുന്നത്. കുഞ്ഞാറ്റ ബാക്കി ഇരുന്ന് ഉറങ്ങിയിരിക്കുന്നത് കഴിച്ചു. ഓ, അപ്പൊ ഞങ്ങള് വണ്ടി നിർത്തിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. വിചാരിക്കത്തെ ജ്യൂസ് വേണ്ടേ? സ്ട്രോബെറി. ഇതൊക്കെ എന്താ വേണ്ട മുന്നോട്ട്? എത്ര എന്നിട്ട് അങ്ങനെ ജ്യൂസ് കുടിച്ചു പോവല്ലേ? തക്കുട് കുടിക്കുന്നുണ്ട്, കുഞ്ഞാറ്റ് കുടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ജ്യൂസ്, മാംഗോ ജ്യൂസ് ഒക്കെ വാങ്ങിച്ചിട്ട് പോയ കാര്യങ്ങൾ കഴിഞ്ഞു. ആൽബം കൊടുത്തു, ഭയങ്കര ഹാപ്പി ടീം അല്ലേ? നല്ല ഹാപ്പി ആയിട്ടാ, ഭയങ്കര ഇഷ്ടമായി. ഞാൻ റിസപ്ഷന്റെ ആൽബം കൊടുക്കാം. അങ്ങനെ പോണ വഴിക്കാ സന്തോഷത്തില് ഞാന് നിങ്ങൾക്കൊരു ജ്യൂസ് വാങ്ങിട്ടു. ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഞങ്ങള് കാറി ഇരിക്കുന്നു. ഞങ്ങള് ഹോംലി വെയർ വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ അവസാനിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ചില ദിവസങ്ങൾ. അതെ, അപ്പൊ ഇങ്ങനത്തെ ചില ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഞങ്ങള് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആവണം, ചോറിനണം, കിടന്നു വേണം. ഓക്കെ, അപ്പൊ ബൈ.